പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം. 2-ാം ദിവസമായി ഇന്നലെ നമ്മൾ പ്രധാനമായും കണ്ടത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വൈകാരികമായ അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കരുത്, മറിച്ച് ഒരു വിസ്മയ ഭാവത്തോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് സാധാരണ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത്ഭുത ആദരവുകളോടുകൂടി അതിൽ പങ്കെടുക്കുക എന്നതാണ്. കുർബാന തുടങ്ങുന്ന നിമിഷം മുതൽ നമുക്ക് ഈ മിസ്റ്റിക്കൽ അനുഭവം കിട്ടണം. മിസ്റ്റിക്കൽ അനുഭവം എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയോടുള്ള ബന്ധം ഒക്കെ നഷ്ടപ്പെട്ടു, പിന്നെ നമ്മൾ സ്വർഗത്തിലാണ് നിൽക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ ലയവും താളവും ദൈവത്തിൽ കണ്ടെത്തുന്ന ഒരു അവസ്ഥയാണത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയുടെ അച്ചുതണ്ട് അഥവാ കേന്ദ്ര ബിന്ദു കുർബാനയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷേ ഇതൊരു പഠനധ്യാനം കൂടി ആയതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലെ 1-2 പ്രസ്താവനകൾ അല്ലെങ്കിൽ ഉദ്ധരണികൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ മതാധ്യാപകരൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. CCC 1407, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1407 ഖണ്ഡിക. വിശുദ്ധ കുർബാന സഭാജീവിതത്തിൻ്റെ ഹൃദയവും ഉച്ചകോടിയുമാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ ലൂമൻ ജൻസിയും ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ 11-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടവും പാരമ്യവുമാണ് കുർബാന, എൻ്റെ പരകോടിയാണ്. ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ 5-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, പരിശുദ്ധ കുർബാനയിൽ സഭയുടെ എല്ലാ ആധ്യാത്മിക നന്മകളും അടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുർബാനയുടെ മഹത്വം ശരിക്കും മനസ്സിലാക്കാതെ ഹൃദയം കൊണ്ട് ഈ ആരാധനയിൽ നമുക്കൊരിക്കലും പങ്കെടുക്കാൻ കഴിയില്ല. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ദൈവം ഒരു പ്രത്യേക ജനത്തെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഫറവോയോട് മോശ വഴി യഹോവ അറിയിക്കുന്നത് എന്താണ്? മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ നീ വിട്ടയക്കണം. അവസാന അനുവാദം കിട്ടി, പിന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മുൻപിൽ ചെങ്കടൽ. ദൈവം അത്ഭുതം ചെയ്തപ്പോൾ കടൽ കരയായി മാറിയതുകൊണ്ട് അവർ അക്കരെ എത്തി. പക്ഷെ ഇവിടെ ഒരു ആത്മീയ ചിന്ത കുർബാനയനുഭവ ധ്യാനമായതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിറയണം. എന്താണെന്നറിയാമോ? ഇന്നത്തെ കുർബാനയുടെ പഴയ നിയമ പ്രതീകമായ പെസഹാ ഭക്ഷണം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, പെസഹാ ഭക്ഷണം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ചെങ്കടൽ കടക്കാൻ കഴിഞ്ഞത്. ഞാനൊരു ആത്മീയ ഒരു വ്യാഖ്യാനം മാത്രമാണ് കൊടുക്കുന്നത്. ദൈവശാസ്ത്രപരമായിട്ടോ ബൈബിൾ വിജ്ഞാനീയപരമായിട്ടോ ഇത് ശരിയായ കാര്യമല്ലായിരിക്കാം. അതായത് നമ്മുടെ മുൻപിൽ ചെങ്കടൽ പോലെയുള്ള സങ്കടങ്ങൾ ഉയരുമ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രഭാതത്തിൽ സ്വീകരിച്ച കുർബാനയുടെ കൃപയുണ്ടെങ്കിൽ ആ സങ്കടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. കടന്ന് യാത്രാമധ്യേ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള അവിടുത്തെ നിരന്തരം അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർ പോകുമ്പോഴൊക്കെ ലേവിയുടെ പുസ്തകത്തിൽ ഈ ആരാധനയുടെ ക്രമങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളും പറയുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അപ്പോൾ എന്താണ്? നിനക്ക് ഭക്ഷ്യം തരുന്നത്, പാനീയം തരുന്നത്, രോഗങ്ങൾ ഇല്ലാതാകുന്നത്, ദീർഘായുസ് തരുന്നത് ഒക്കെ എന്താണ്? ഈ ആരാധനയുടെ ഫലമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ഈശോ അർപ്പിച്ച, ഇന്നും ഈശോ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലിയുടെ ഒരു വെറും നിഴൽ മാത്രമാണ് പഴയ നിയമത്തിലെ ബലി അല്ലെങ്കിൽ ആരാധന എന്ന് തിരിച്ചറിയണം. അവിടെ പോലും രോഗം നിർമ്മാർജ്ജനം ചെയ്യുമെന്നും ദീർഘായുസ് തരുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ അർപ്പിച്ച ബലിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സമാനതകളില്ലാത്തതാണ്. ദൈവമേ, അവർണ്ണനീയമായ ഈ ദാനത്തിന് സ്തുതി എന്ന് നാം പറയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 41 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷകൾക്കിടയിൽ എത്രയോ അനുഗ്രഹങ്ങൾ കുർബാനയിലൂടെ കണ്ടറിയാൻ കഴിഞ്ഞു. ദൃശ്യവും അദൃശ്യവുമായ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ എൻ്റേതല്ലാത്ത ഒരനുഭവം നിങ്ങളുടെ പങ്കുവയ്ക്കാം. ഒരുപക്ഷെ ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ അത് 1-2 പ്രസംഗങ്ങളിൽ ഉദ്ധരിച്ചതായതുകൊണ്ട് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഈ കുർബാനയനുഭവ ധ്യാനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു അഭിഷേകം നിറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പങ്കുവയ്ക്കുന്നത്. വടബാദൂർ സെമിനാരിയിൽ
പഠിച്ചിരുന്ന ഒരു ഡീക്കൻ, മനീഷ് എന്നാണ് പേര്, താമരശ്ശേരി രൂപതാംഗമാണ്. പിതാവിൻ്റെ അടുത്ത് ഡിസംബർ മാസത്തിൽ പോയി പട്ടം നൽകൽ ശുശ്രൂഷയുടെ തീയതിയൊക്കെ തീരുമാനിച്ചു. കൃത്യമായിട്ട് എനിക്ക് തീയതി അറിയില്ല. ഒരു ഡിസംബർ മാസം 27-ാം തീയതിയാണെന്ന് സങ്കല്പിക്കുക. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് ആ ദിനമാണ്. 2 മാസം മുൻപ് പോയി വീട്ടിൽ ചെന്ന് ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഇൻവിറ്റേഷൻ കാർഡ്, ക്ഷണക്കത്തുകളൊക്കെ തയ്യാറാക്കി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ മനീഷച്ചൻ്റെ മമ്മിക്ക് പെട്ടെന്ന് തലവേദന വന്ന് കോഴിക്കോട്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് വളരെ ഗൗരവമായ ഒരു ട്യൂമർ ബ്രെയിനിൽ ഉണ്ട്, അത് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നീക്കം ചെയ്തില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയില്ല. അതിൻ്റെ ഡേറ്റ്, പല കാര്യങ്ങൾ ആലോചിച്ച ശേഷം ഡോക്ടർ കൊടുത്തത് ഈ പട്ടം സ്വീകരിക്കുന്ന, മനുഷ്യച്ചൻ പട്ടം സ്വീകരിക്കുന്ന അതേ ദിവസമാണ്. എല്ലാവർക്കും ആകെ സങ്കടമായി. അമ്മ പറഞ്ഞു, ഞാൻ ഈ സർജറിക്ക് തയ്യാറല്ല, ഈ ശസ്ത്രക്രിയയ്ക്ക് ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ ഇത്രയും നാളും എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ പട്ടം നൽകിയ ശുശ്രൂഷ വേണ്ട എന്ന് വെച്ചിട്ട് എനിക്കൊരു സർജറി വേണ്ട. പിതാവിൻ്റെ അടുത്ത് ചെന്ന് തീയതി മാറ്റി പിന്നോട്ടോ മുന്നോട്ടോ മാറ്റാൻ നോക്കിയിട്ട് അത് പ്രായോഗികമായി ബുദ്ധിമുട്ടായിരുന്നു. അവസാനം എന്ത് ചെയ്തു, ഇവർ സർജറി മുൻപോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഈ റിസ്ക് എടുത്തുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, പട്ടം നൽകൽ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ പുത്തൻ കുർബാന ചൊല്ലുകയാണ്. ആ മുഖം പറഞ്ഞപ്പോൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവിടെ നിന്ന് കേട്ടു നിന്നവരൊക്കെ കേട്ട് കരയുകയായിരുന്നു. അവസാനം അച്ഛൻ കുർബാന ആരംഭിച്ചു. കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് കാസായും ബിലാസായും ഉയർത്തിയപ്പോൾ ഈ അമ്മ ഹൃദയം നൊന്ത് കരയുകയായിരുന്നു. അവസാനം കോൺസക്രേഷൻ വന്നപ്പോൾ എന്താണ്, പ്രധാനപ്പെട്ട കുർബാനയിലെ ഭാഗമാണ്. ആ ഭാഗം വന്ന അവസരത്തിൽ അച്ഛൻ അപ്പം ആശീർവദിച്ച നിമിഷത്തിൽ ഈ അമ്മ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, നീ വന്ന് എന്നെ സുഖപ്പെടുത്തണമേ. അവസാനം അച്ഛൻ എലവേഷൻ അല്ലെങ്കിൽ കുർബാന ഉയർത്തുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, ആ ഗാനത്തിൻ്റെ തൊട്ടു മുൻപ് ആ സമയത്ത് ഈ അമ്മ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, അപ്പത്തിലിരിക്കുന്ന ഈശോയെ ഇങ്ങോട്ട് വരണമേ. ഈ മകനും ആ സമയത്ത് പ്രാർത്ഥിച്ചു കാണും, എൻ്റെ ഈശോയെ, ഈ എൻ്റെ മമ്മിയുടെ രോഗം സുഖപ്പെടുത്തണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കുർബാന കഴിഞ്ഞ് അവസാനം കരങ്ങളൊക്കെ മുത്തി 2 ദിവസം കഴിഞ്ഞ് ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇവർ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ നന്നായിട്ട് ക്ഷുഭിതനായിട്ടാണ് ഇരുന്നത്. അവസാനം ഇവർ ഡോക്ടർ സർജറി നടത്തുവാൻ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമൊക്കെ എടുത്തു. ഡോക്ടറിനെ കാണാനായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഈ ട്യൂമർ കാണാനില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ വടബാദൂർ സെമിനാരിയിലെ തൻ്റെ കുഞ്ഞനുജന്മാരോട് പുത്തൻ കുർബാന ചൊല്ലി ഈ അച്ഛൻ നന്ദി പറയാനെത്തിയപ്പോൾ ഈ 2 സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുകളും കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് മെഡിക്കൽ സയൻസ് പരിചയമില്ല, പക്ഷേ പഴയ സ്കാനിങ് നോക്കുമ്പോൾ അവിടെ ട്യൂമർ നമുക്ക് കാണാൻ കഴിയും. വേറെ ഒരു മരുന്നും കഴിച്ചില്ല, ഒരാശുപത്രിയിലും പോയില്ല, പക്ഷേ പുതിയ ആ സ്കാനിങ്ങിലേക്ക് നോക്കിയപ്പോൾ ആ ട്യൂമർ കാണാനില്ല. അപ്പത്തിലിരിക്കുന്ന ജീവനുള്ള ദൈവപുത്ര, അവിടുത്തെ തിരുരക്തമൊഴുകി എൻ്റെ മമ്മിയുടെ രോഗാണുക്കളെ അല്ലെങ്കിൽ ട്യൂമറിനെ സുഖപ്പെടുത്തണമേ എന്ന് ഒരച്ഛൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൗതികാനുഗ്രഹങ്ങളല്ല, ആത്മീയമായ അനേകം അനുഗ്രഹങ്ങൾ, അതൊക്കെ നമ്മൾ ഈ വരും ദിനങ്ങളിൽ പങ്കുവെക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, ബലി അർപ്പിച്ചുകൊണ്ടുള്ള ആരാധന ആണ് ഓരോ കുർബാനയിലൂടെയും നാം നടത്തുന്നത്. യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അപ്പസ്തോലിക സഭകളിൽ മാത്രമേ ഈ ബലിയർപ്പിച്ചുകൊണ്ടുള്ള പരിശുദ്ധ കുർബാനയുള്ളൂ. പഴയ നിയമത്തിൽ അർപ്പിച്ചിരുന്ന ബലിയെ ഈശോ കൂദാശയാക്കി ഉയർത്തിയെന്ന് നാം തിരിച്ചറിയണം. അത് നാം എന്നും അർപ്പിക്കുകയാണ്. പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബലിയും വിരുന്നും ഒരുപോലെ ആഘോഷിക്കുന്നില്ല, അവർക്കതില്ല. അവർ ബലിയർപ്പിച്ച് പാട്ടുപാടി പോവുകയാണ്, വിരുന്നില്ല. കൈയടിച്ച് ആരാധിച്ചത് കൊണ്ട് മാത്രം അത് പൂർണ്ണമാകില്ല. ഈശോയുടെ ശരീരരക്തങ്ങളാകുന്ന വിരുന്നിൽ കൂടി പങ്കെടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. വിരുന്നില്ലാത്ത പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന
കാർഡിനൽ ഹെൻറി ന്യൂമാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമ്മയില്ലാത്ത പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. രണ്ടാമത്തേത് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ജീവൻ നിലനിർത്തുന്ന ദിവ്യകാരുണ്യം പ്രൊട്ടസ്റ്റന്റ് സഭകളിലില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് കണക്ക് കൂട്ടാനാവാത്ത ആ വലിയ സമ്പത്ത്, അദ്ദേഹം വലിയ ഇഷ്ടംപോലെ സാലറി കിട്ടുമായിരുന്നു, അതിനേക്കാൾ എത്രയോ വലുതാണ് ഈ ദിവ്യകാരുണ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർണ്ണനീയമായ ഈ ദാനത്തിന് പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഇന്നത്തെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ കുർബാനയുടെ മഹത്വം ഞാൻ ആ ഭൗതിക ഒരു അനുഗ്രഹം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ദിനങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ അനന്തമായ കൃപ, ദൈവം തന്നെ നമുക്ക് നൽകുന്ന ആ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. കർത്താവേ, വചനം കേൾക്കുന്ന ഈ കുർബാന അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഓരോ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.